ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ ബ്രെഡ് കൊണ്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് 8 പീസ് ബ്രെഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലോട്ട് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലോട്ട് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ബ്രെഡ് ഒന്ന് കുതിർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ബ്രെഡ് ഇതുപോലെ ഒരു സ്പാച്ചിലയോ തവിയോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ബ്രെഡ് നല്ല പോലെ ഒന്ന് ഉടച്ചതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഓണാക്കി കൊടുക്കാം. ഇപ്പം ഞാൻ എന്താ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ ശർക്കര കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ നല്ല പോലെ ഒന്ന് ഉടച്ച് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അതൊന്ന് തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ ചൂടായി ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ അതിലോട്ട് 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് വറ്റി ഡ്രൈ ആയി പോകും. എന്നിട്ട് റവ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലോട്ട് റവ വേവാൻ ആവശ്യത്തിന് 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കി മിക്സാക്കി ആ റവയൊന്ന് വെന്ത് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. റവ ആയതുകൊണ്ടും ബ്രെഡ് ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി വരുന്നതാണ്. അതുകൊണ്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് ഞാൻ എന്താ ഒരു 2-3 ടേബിൾ സ്പൂൺ പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നട്ട്സ് പൊടിച്ചത് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. പാനിൽ നിന്നൊക്കെ നല്ല പോലെ വിട്ടുവരുന്ന വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു പരുവം വരെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ സോഫ്റ്റായി നല്ല പോലെ മിക്സായി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആകുന്നിടം വരെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ. ഇനി ഞാൻ എന്താ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യൊന്ന് തടവി അതിന് മുകളിൽ കുറച്ച് നട്ട്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താ ഇപ്പോൾ സ്പാച്ചുല വെച്ചിട്ടും സ്പൂൺ വെച്ചിട്ടും നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നല്ല പോലെ തണുത്ത് സൈഡിൽ നിന്നെല്ലാം വിട്ടു വരുന്നതാണ്. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായ പലഹാരമാണ്. വളരെ പെട്ടെന്ന് ബാക്കി വന്ന ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്